ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനോഭാവത്തെക്കുറിച്ചാണ്, മൈൻഡ് സെറ്റിനെ കുറിച്ച്. ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഈ ഒരു ആശയം പൂർണ്ണമായിട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ അവസാനം വരെ ശ്രദ്ധിക്കുക. മനോഭാവം രണ്ട് സൈസിലുള്ള മനോഭാവമുണ്ട്. ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളർച്ചാ മനോഭാവമാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ മാനസികാവസ്ഥയാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസമെന്നറിയോ? ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്കിത് മതി, ഇനി പുതിയതായിട്ടൊന്നും വേണ്ട എന്നുള്ള മനോഭാവമാണ്. ഇത് നമ്മളെ ഒരു നമ്മൾക്ക് വളർന്ന് നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പിലേക്ക് ഈ മനോഭാവം നമ്മളെ എത്തിക്കില്ല എന്നുള്ളതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ അതറിയില്ല, പക്ഷെ ഞാൻ പഠിക്കും, ഞാൻ ചെയ്യും, ഞാൻ മികയ്ക്കും എന്നുള്ള മനോഭാവമാണ്. രണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, രണ്ട് കുട്ടികൾ. ഒരു കുട്ടി എനിക്ക് അറിയില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അവന് പുതുതായിട്ട് ഒരു മികവിലേക്കും എത്താൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കുട്ടി എനിക്ക് ഇപ്പോൾ ഇതറിയില്ല, പക്ഷെ ഞാൻ പഠിക്കും, ഞാൻ അപ്ഡേറ്റ് ചെയ്യും, ഞാൻ തിരുത്തും, ഞാൻ മെച്ചപ്പെടുത്തും, നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കുട്ടി. ആരായിരിക്കും ജീവിതത്തിൽ മികച്ചവനായി മാറുക എന്ന് പറയാതെ നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് കഴിയുന്നില്ല എന്ന് വെച്ച്, അല്ലെങ്കിൽ ഇന്ന് അറിയില്ല എന്ന് വെച്ച് നമുക്ക് ഇനി അറിയില്ല എന്നർത്ഥമില്ല. ഈ രണ്ട് മനോഭാവവും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനുള്ള 3 ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ടിപ്സ്, ചലഞ്ചുകളെ ഒഴിവാക്കാതിനെ അതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കഴിയില്ല, അറിയില്ല. ഉദാഹരണത്തിന്, എനിക്ക് എക്സർസൈസ് ചെയ്യാൻ കഴിയില്ല. ആ ചലഞ്ചിനെ നമ്മൾ മറികടക്കാൻ അതിന് ഏറ്റവും ചെറിയ ഭാഗം നമ്മൾ ആരംഭിക്കുക എന്നുള്ളതാണ്. എനിക്ക് നല്ല ആഹാരശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ആ കഴിയില്ല എന്നുള്ളത് എനിക്ക് കഴിയും എന്നാക്കി മാറ്റുക. ആ ചലഞ്ചിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മൾ ഈ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ വെല്ലുവിളികൾ വരും, പരാജയങ്ങൾ വരും. ആ പരാജയങ്ങളെ ഏറ്റവും നല്ല പാഠങ്ങളായി അധ്യാപകനായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇതൊരു യാത്രയാണ്, ജേർണിയാണ്, സക്സസിലേക്കുള്ള യാത്രയാണ്. അവസാനം മാത്രം ആഘോഷിക്കും എന്ന മെന്റാലിറ്റി മാറ്റിയിട്ട് ഈ യാത്രക്കിടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക. ഈ 3 ടിപ്സിലൂടെ നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വളർച്ചാ മനോഭാവം വളർത്തിയെടുക്കാനും നമുക്ക് ഏറ്റവും മികച്ച മനുഷ്യനായി മാറാനും കഴിയും. ഇത് അറിയുക, നമ്മൾ മികച്ചവനാകുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെയാണ്. ഡു ഇറ്റ് ടുഡേ, ഹാപ്പി ലൈഫ്.